നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആദ്യം അറിയാലോ. എന്താണ് നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്? അതായത് ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറൽ അല്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സോൾ ട്രേഡർഷിപ്പ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം അത്തരത്തിലുള്ള എന്താണ് സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കൂ ഇവിടെ എന്താണ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേ ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റഡ് ഐദർ ഇൻ കൺവെൻഷണൽ ആൾസോ നോൺ ആസ് ടി ഫോം ഓർ വെർട്ടിക്കൽ ഫോം. അപ്പോൾ നമ്മളിവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് കൺവെൻഷണൽ ഫോം ആയിട്ടുള്ള അതായത് എന്താ ടി ഫോമിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോമിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഈ ടി ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്. ടി ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ട് വശങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അസറ്റ് ലയബിലിറ്റി എന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഈ ടി ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ആയിട്ട് എഴുതി അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ വെർട്ടിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, the basic purpose is to serve the information need of the users of accounting information. അതായത് നമ്മൾ ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന അതിന്റെ യൂസേഴ്സ് ആരാണ്? അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്, അതിന്റെ ഓണേഴ്സ് ആവാം, അതിന്റെ എന്താ പറയുക എംപ്ലോയീസ് ആവാം, പിന്നെ ആരാണ്, ഗവൺമെന്റ് ആകാം, അല്ലെ, മാനേജ്മെന്റ് ആവാം. അങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്താണ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിൽ എന്താണ് ഇതിനെ ലഭ്യമാക്കുക. ക്ലിയർ? നോക്കൂ, ഇനി അടുത്ത് നോക്കൂ. The idea is to present these accounting figure in such a way that provide maximum input for decision making purpose. അതായത് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ നൽകുന്ന തരത്തിൽ എന്ത് ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഫോം ആണോ അതോ അല്ലെങ്കിൽ ടി ഫോം ആണോ എന്നതിന് പിന്നിലുള്ള ആ ഒരു നമ്മളൊരു ഫോർമാറ്റ് സ്വീകരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഏറ്റവും എളുപ്പത്തിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നോക്കൂ, ദ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഗീവ്. അപ്പൊ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വരാൻ പ്രധാനപ്പെട്ട ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെ, അതിനകത്ത്. പിന്നെ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രേഡിംഗ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, അല്ലെ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും പർപ്പസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നതാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്തിനാണ്? മാനുഫാക്ചറിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി, അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് റിസൾട്ട് അറിയാൻ വേണ്ടി, ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാണ്? അതിന് നെറ്റ് റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ. ബാലൻസ് ഷീറ്റ് എന്തിനാണ്? ബാലൻസ് ഷീറ്റിന് നമുക്ക് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പൊസിഷൻ എന്ന രീതിയിൽ നമ്മൾ അതിന് വിളിക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ആ ഒരു സ്ഥാപനത്തിന്റെ അസറ്റ് എത്രയാണ് ലയബിലിറ്റി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ. അപ്പം ഒരു സോൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം പോലെയുള്ള ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്താണ്, പ്രത്യേകിച്ച് അവർക്ക് നിയമപരമായിട്ട് ഒരു ഇന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം, ടി ഫോമിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോമിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നൊന്നും എവിടെയും നിയമത്തിൽ പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് എന്താണ് അസംഷൻസും കൺവെൻഷൻസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, then the financial statement of non-corporate entities may be presented either of the following ways. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഒരു നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രസന്റ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ കൺവെൻഷണൽ ഫോർമാറ്റ്, അതായത് ടി ഫോർമാറ്റിൽ, അതല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ കൺവെൻഷണൽ ഫോർമാറ്റ് ടി ഫോർമാറ്റിലുള്ള നമ്മുടെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് താഴെ തന്നിട്ടുള്ളത്. നിങ്ങൾ അതൊന്ന് നോക്കി പഠിക്കുക. ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾ ആ ഫോർമാറ്റ് പഠിക്കുക. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ ഈ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് ഡിഗ്രി ക്ലാസ്സുകളിലും പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്.
എന്നാലും ഒന്നും കൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുക ഈ ഫോർമാറ്റുകളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ അതിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ആയാലും പിന്നെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് റൂൾ അനുസരിച്ചിട്ടാണ്? അക്കൗണ്ടിങ്ങിന്റെ ഏത് റൂളാണ് അല്ലേ? നമുക്കറിയാം ഏതാണ്? നോമിനൽ റൂൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ റൂൾ ഓർമ്മ ഉണ്ടായാൽ മതി. ഇതിലെ സകലമാന ഐറ്റംസ് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് ആ റൂൾ ഓർമ്മ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഓരോരോ അക്കൗണ്ട് എന്ത് പർപ്പസിനാണ് എന്ന് മനസ്സിലാക്കുക. അതും അറിയാം. ഒക്കെ പഠിച്ച് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കാനേ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കുള്ളൂ. ഓക്കെ. അപ്പം ഇതിന്റെ റൂൾ എന്താണ്? നോമിനൽ അക്കൗണ്ട് റൂൾ ആണ്. എന്താ നോമിനൽ അക്കൗണ്ട് റൂളിൽ പറയുന്നത്? ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് അല്ലെ? എല്ലാ എക്സ്പെൻസും ലോസിനെയും ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകത്തിനെയും ഗെയിനും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇവിടെ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് നമ്മൾ എങ്ങോട്ട് മാറ്റും? അടുത്ത അക്കൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ. നമ്മുടെ റിസൾട്ട് ഓക്കെ അതിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റും. ദെൻ ആ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടും ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. സെയിം രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും നമ്മൾ എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകത്തിനെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ഒന്നുകിൽ ഗ്രോസ് ലോസ് ആവും അല്ലെങ്കിൽ എന്താവും? ഗ്രോസ് പ്രോഫിറ്റ് ആവും. ഓക്കെ. ആ ഗ്രോസ് പ്രോഫിറ്റിനെയും ഗ്രോസ് ലോസിനെയും അടുത്ത അക്കൗണ്ട് ആയിട്ടുള്ള എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട് ആണ്. അതിന്റെയും റൂൾ എന്താണ്? ഇതിന്റെ റൂള് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ക്രെഡിറ്റ്, ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് കൺവെൻഷണൽ മെത്തേഡ് അനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ ഏത് മാനുഫാക്ചറിംഗ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നുകിൽ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. ഇതിനെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ആണ് ട്രാൻസ്ഫർ ചെയ്യുക. ബാലൻസ് ഷീറ്റിനകത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? അതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്തിനാന്നുള്ളത് നമ്മൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പറഞ്ഞ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ എന്തിനാണ്? നമ്മുടെ ഒരു ബിസിനസ് ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഏൺ ചെയ്തിട്ടുള്ള അവരുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിനെ എങ്ങനെ വിനിയോഗിക്കണം അല്ലെ? ആ പ്രോഫിറ്റിനെ എത്രത്തോളം എന്താണ് റിസർവിലേക്ക് മാറ്റുന്നുണ്ട്, അത് എത്രത്തോളം ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട്, എത്ര പാർട്ട്നേഴ്സിന് എത്രത്തോളം നൽകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അതിനെങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല, പ്രോബ്ലത്തിനനുസരിച്ചാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ബാലൻസിനെ നമ്മൾ എങ്ങോട്ട് മാറ്റും? ബാലൻസ് ഷീറ്റിനകത്ത് എന്താണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും, അതിനകത്തേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങോട്ടാണ് അതിനെ മാറ്റുക. ഓക്കെ. ഇനി ബാലൻസ് ഷീറ്റ് നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വിളിക്കും. ആ ബാലൻസ് ഷീറ്റ് കൺവെൻഷണൽ മെത്തേഡ് അനുസരിച്ച് നമുക്കറിയാം എന്താണ്? ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലയബിലിറ്റി അസറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലെ? ലയബിലിറ്റി അസറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അതിൽ നമുക്കറിയാം ഇത് എഴുതുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻസി ഓർഡർ ആണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്? ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് എളുപ്പം അസറ്റുകളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിന് ആദ്യം എഴുതാം, അല്ലെങ്കിൽ പെർമനൻസി ഓർഡറിൽ എഴുതാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പെർമനൻസി ഓർഡറിലാണ്. കാരണം ഏറ്റവും ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഐറ്റംസിന് മുകളിൽ എഴുതി താഴെ അങ്ങനെ കറണ്ട് ഐറ്റംസ് ആയിട്ട് ആ രീതിയിലാണ് നമ്മൾ എഴുതി പോരുക. അസറ്റ് ആയാലും ലയബിലിറ്റീസ് ആയാലും അങ്ങനെയാണ് എഴുതുക. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. ഈ ഫോർമാറ്റ് നിങ്ങൾ ഒന്ന് നോക്കി പഠിക്കണം. അറിയുന്ന ഫോർമാറ്റുകൾ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോയാൽ മതി. ഓക്കെ, ക്ലിയർ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ ഒരു ഫിനാൻഷ്യൽ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കൺവെൻഷണൽ മെത്തേഡ് അനുസരിച്ചിട്ട് ട്രയൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ,
ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? ട്രയൽ ബാലൻസ് ഓഫ് മിസ് പ്രിയങ്ക ഫോർ ദി റെൻഡിങ് 31st March 2023. പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡെബിറ്റ് ക്രെഡിറ്റ് ആയിട്ട് ഐറ്റംസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു ട്രയൽ ബാലൻസ് നോക്കിയിട്ട് ആ ട്രയൽ ബാലൻസിനകത്ത് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസിലെ ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കും? ഒന്നുകിൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ ലോസ്, അതല്ലെങ്കിൽ എന്തായിരിക്കാം? അസറ്റ് ആയിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ ട്രയൽ ബാലൻസിനകത്തുള്ള എന്താണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ അത് ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കും, അതല്ലെങ്കിൽ അത് എന്തായിരിക്കും? ക്യാപിറ്റലോ ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ. അപ്പം ഇൻകം അതുപോലെ തന്നെ എന്താണ് ഗെയിന് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ട്രയൽ ബാലൻസിലുള്ളത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ട്രേഡിംഗ് അക്കൗണ്ടിലോ ആയിരിക്കും എടുക്കുക, അല്ലേ? നമുക്കറിയാം ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനൽ അക്കൗണ്ട് റൂൾ ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ഈസ് ക്രെഡിറ്റ്, ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസ് ഇസ് ഡെബിറ്റ് എന്നുള്ളതാണ്. ഈ റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ ആ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഐറ്റംസ് അത് ഏത് ഭാഗത്തേക്കാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ അപ്പോൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ജസ്റ്റ് പെൻസിൽ കൊണ്ട് എന്താണ് എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ എടുക്കുന്ന ഐറ്റംസ് ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ പോവുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു എടുക്കാൻ ഐറ്റംസ് ഒന്നും മിസ്സാവുകയില്ല, കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ക്യാഷ്, ട്രയൽ ബാലൻസിൽ ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു അസറ്റ് ആണ്. അതുകൊണ്ട് അത് എവിടെ കാണിക്കാനുള്ളതായിരിക്കും? ബാലൻസ് ഷീറ്റ് കാണിക്കാനുള്ളതായിരിക്കും, അല്ലെ? ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതെന്താണ്? ഒരു അസറ്റ് ആണ്. അത് എവിടെ കാണിക്കാനുള്ളതായിരിക്കും? ബാലൻസ് ഷീറ്റ് കാണിക്കാനുള്ളതായിരിക്കും. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം മേജർ എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കാനുള്ളതാണ്, അല്ലെ? ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് ആണ്. എവിടെ കാണിക്കാനുള്ളതാണ്? ബാലൻസ് ഷീറ്റ് കാണിക്കാനുള്ളതാണ്. സെയിൽസ് ഇൻകം ആണ്. എവിടെ കാണിക്കാനുള്ളതാണ്? അത് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കാനുള്ളതാണ്, അല്ലെ? ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് കാണിക്കാനുള്ളതാണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ള ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെപ്റ്റ് ആണ്. അത് നമുക്കിവിടെ കാണിക്കാം. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അകത്ത് കാണിക്കാം. ഓക്കെ. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് എവിടേക്കുള്ളതാണ്? ബാലൻസ് ഷീറ്റിൽ ഏത് ഭാഗത്തേക്ക്? ലയബിലിറ്റി സൈഡ് കാണിക്കാനുള്ളതാണ്, അല്ലെ? ലോണ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി കാണിക്കാനുള്ളതാണ്, അല്ലെ? കമ്മീഷൻ റിസീവ്ഡ് ഇൻകം ആണ്. എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാനുള്ളതാണ്. ദെൻ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുമ്പോൾ അത് എവിടെ കാണിക്കാനുള്ളതാണ്? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഇൻകം സൈഡിൽ, അതായത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാനുള്ളതാണ്. then അടുത്ത് നോക്കൂ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ളത്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾഡ് പ്രൊവിഷൻ ആണ്. അപ്പൊ ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ പ്രൊവിഷനിൽ നിന്നും ഈ ഓൾഡ് പ്രൊവിഷൻ നമുക്ക് മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ. ഇതൻ അടുത്തെന്താണ്? വേജ്, അതായത് ഡെബിറ്റ് സൈഡിൽ കേട്ടോ, ഡെബിറ്റ് സൈഡിൽ മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഓൾഡ് പ്രൊവിഷൻ ചെയ്യാറുള്ളത്. ദെൻ വേജസ് ഉണ്ട്. എത്രയാണ്? 2000 ആണ്. അത് എന്താണ്? എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ സാലറി ഉണ്ട്. എവിടെ കാണിക്കും? എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിന് അകത്തായതുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിന് അകത്തായിരിക്കും വരിക. ഈ ട്രയൽ ബാലൻസ് സാധാരണയായിട്ട് ട്രയൽ ബാലൻസിന് പുറത്താണ് സാധാരണയായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് പ്രോബ്ലങ്ങൾ കാണാറുള്ളത്. അങ്ങനെയെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും അതേസമയം തന്നെ ബാലൻസ് ഷീറ്റിനകത്തും കാണിക്കും. അതായത് അഡീഷണൽ ഇൻഫർമേഷനിൽ വരുന്ന ഐറ്റത്തിന് രണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഒന്ന് ബാലൻസ് ഷീറ്റിലും ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് അഡീഷണൽ ഇൻഫർമേഷൻ അല്ല, ഇത് ഇതിനകത്തായതുകൊണ്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എടുക്കേണ്ടത് എവിടെയാണ്? ഇത് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് ഇതിനെ പറയുക. ഈ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് സ്റ്റോക്കിനെ എടുക്കേണ്ടത് എവിടെയാണ്? ജസ്റ്റ് ബാലൻസ് ഷീറ്റ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ. ഞാൻ ഇതിന് പുറമെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് ഏത് ഐറ്റവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നമ്മൾ നോക്കുക. അത് നമ്മൾ ആ ഐറ്റം എടുക്കുന്ന സമയത്ത് അങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ വരികയും വേണം. ഓക്കെ. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കുക. എന്താണ്? ഫർദർ ബാഡ് ഡെപ്റ്റ് അമൗണ്ടിങ് ടു 2000 ആൻഡ് പ്രൊവിഷൻ ടു ബി ക്രിയേറ്റഡ് അറ്റ് 5% ഓഫ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫർദർ ബാഡ് ഡെപ്റ്റ്, ഇപ്പം നിലവിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ട്രയൽ ബാലൻസിനകത്ത് ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട് 5000. അതിന്റെ പുറമെ നമ്മൾ 2000 ബാഡ് ഡെപ്റ്റ് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 5%. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാ ട്രയൽ ബാലൻസിനകത്ത് ഉള്ള ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഫർദർ ബാഡ് ഡെപ്റ്റും ഓൾറെഡി ഉള്ള പ്രൊവിഷനും ന്യൂ പ്രൊവിഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് വരുത്തുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് കാണിക്കുക? ബാഡ് ഡെപ്റ്റ് കാണിക്കുക.
ആ ബാഡ് ഡെപ്റ്റിനോട് കൂടി ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് അല്ലേ. ദെൻ ആഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഇങ്ങനെയാണ് അത് കാണിക്കുക കേട്ടോ. അതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ദെൻ പിന്നെ എന്താണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്രീസിയേറ്റഡ് 10% എന്ന് പറഞ്ഞാൽ, അപ്രീസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷീനറിയിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തതിനർത്ഥം, അതിന്റെ വാല്യൂല് വർധനം ഉണ്ടായിട്ടുണ്ട്. എത്ര, 10% എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർധനവായിട്ടാണ് വേണ്ടത്, അത് ആഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ആകുമ്പോൾ നമ്മൾ ലെസ് അല്ല ചെയ്യുക. അപ്പോൾ അതുപോലെ അപ്രീസിയേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അത് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ കാണിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്രീസിയേഷൻ ആകുമ്പോൾ അത് ഗെയിൻ ആണ്. ഗെയിൻ ആകുമ്പോൾ അത് ഇവിടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, പിന്നെ എന്താ, ഡിപ്രീസിയേഷൻ, ബിൽഡിങ്ങിന്റെ മുകളിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്, 12.5% ഡിപ്രീസിയേഷൻ ആണ്, എക്സ്പെൻസ് ആണ് അത്, അല്ലെങ്കിൽ ലോസ് ആണ്, അത് എവിടെ കാണിക്കേണ്ടതാണ്, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ അതിനെ ലെസ് ചെയ്ത് കാണിക്കുകയും വേണം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഒരുമിച്ച് ചെയ്താലും മതി. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുക, ഹെഡ് കൊടുക്കുക, വർഷം ഏതാണ് ക്വസ്റ്റ്യനിൽ, 31 മാർച്ച് 2023, 2023 223 കൊടുക്കുക. ദെൻ ഇനി സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ വായിച്ചപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. പിന്നെ എന്താ ഉള്ളത്, ട്രേഡിംഗ് അക്കൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ. ഇതെന്താ, പർച്ചേസ്, നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും ഇതിന് സമയത്ത് അതങ്ങനെ ടിക്കറ്റ് ഏത് ഹെഡിലേക്കാണ്, ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അവിടെ എഴുതി ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ പർച്ചേസസ് എവിടെ വരേണ്ടതാണ്, ട്രേഡിംഗ് അക്കൗണ്ട് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നു പർച്ചേസസ് അല്ലേ. പർച്ചേസസ് ഉണ്ട്, എത്രയാണ് പർച്ചേസസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്, 15,000 രൂപയാണ് പർച്ചേസസ് ഉള്ളത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ്, 15,000 രൂപ പർച്ചേസസ് ഉണ്ട്. ദെൻ പിന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസസിൽ നിന്ന് അത് ലെസ് ചെയ്യുമാണ്. അവിടെ പർച്ചേസ് റിട്ടേണിനെ കുറിച്ച് ക്വസ്റ്റ്യനിലൊന്നും കാണുന്നില്ല. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് നോക്കേണ്ടത്, പിന്നെ ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പർച്ചേസസിന് ലേബറോ അല്ലെങ്കിൽ എന്താണ് കാരേജ് ഇൻവേർഡോ ഫ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക എക്സ്പെൻസസ് ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിച്ച സമയത്ത് കണ്ടിരുന്നത് വേജസ് ഉണ്ട്, വേജസ് അല്ലേ. സോ നമുക്ക് വേജസ് എടുക്കാം. വേജസ് എത്രയാണ്, വേജസ് 2000, 2000 രൂപ വേജ് ഉണ്ട്. ദെൻ വേറെ പ്രത്യേകിച്ച് കാരേജ് ഇൻവേർഡോ ഫ്രൈറ്റോ തുടങ്ങിയ ഐറ്റംസ് ഒന്നും, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് വേറെ ഒന്നും, നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ നമുക്ക് സെയിൽസ് ആണുള്ളത്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റത്തിന് നമ്മൾ കണ്ടിട്ടുള്ളത് സെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ. എത്രയാണ് സെയിൽസ് ഉള്ളത്, സെയിൽസ് 25,000. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, ഒരു ക്വസ്റ്റ്യനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ സെയിൽസ് ഉണ്ടാവാം അല്ലെ, സെയിൽസ് റിട്ടേൺ ഉണ്ടാവാം. സെയിൽസ് റിട്ടേൺ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് അത് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത്. പിന്നെ എന്താ ഉണ്ടാവുക ക്രെഡിറ്റ് സൈഡിൽ, പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവാം. പിന്നെ എന്തെങ്കിലും സ്റ്റോക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുക, സ്റ്റോക്ക് ഡ്യൂ ടു ഫയറോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. ആ നഷ്ടം ചിലപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയെന്ന രീതിയിൽ കാണിക്കും. ഓക്കെ, ആ രീതിയിലേക്ക് നമ്മൾ എന്ത് കാണിക്കും, ലോസിനെ നമ്മൾ എങ്ങനെ കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസ് ഡ്യൂ ഫയർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആണ് അതിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അതിനെ കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ കാരണം നമുക്കൊരു ലോസ് ഉണ്ടായി, ഒരു 6,000 രൂപ ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. നമുക്ക് അതിലൊരു 5,000 രൂപ ഇൻഷുറൻസ് ക്ലെയിം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തും, ഇവിടെ എഴുതും എന്താണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും നമ്മൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ 5,000. ബാക്കി ഇനി എത്രയുണ്ട്, 1,000 രൂപ ലോസ് ഉണ്ട്. ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്തും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1,000 എഴുതും ഇവിടെ. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലോസിനെ അവിടെയും കാണിക്കും. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അത്ര ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല, നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലൈൻ വിട്ടിട്ട് ബാലൻസ് ചെയ്യണം നല്ലത്. നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 വരുന്നു. നമുക്ക് ആകെ വന്നിട്ടുള്ളത് ഒരു 25,000 രൂപ സെയിൽസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് എത്രയാണ്, 25,000 ആണ് സെയിൽസ് വന്നിട്ടുള്ളത്.
നമുക്ക് അവിടെ ബാലൻസ് ചെയ്യാം 25,000. അതിനെ 2 വർഷത്തേക്ക് എഴുതാം 25,000. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം നമ്മൾ സിലബസിൽ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇതിന് തമ്മിൽ ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 17,000 ആണ് വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഡിഫറൻസ് 8,000 ആണ്. അതെന്താണ്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്താ വിളിക്കുക? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ അല്ലേ? എത്രയാണ് വരുന്നത്? 8,000. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ 8,000. അറിയാമല്ലോ എത്രയാണ്? 8,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി ആ ഗ്രോസ് പ്രോഫിറ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇതാ വീണ്ടും എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എത്രയാ? 8,000. ഓക്കെ, ഇനി നമ്മൾക്ക് അറിയാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നോമിനൽ അക്കൗണ്ട് റൂൾ അനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ഈസ് ക്രെഡിറ്റ്, ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡെബിറ്റ് എന്നുള്ളതാണല്ലോ റോള്. അപ്പോൾ ഇനി ഈ ട്രേഡ് ബാലൻസ് പോവുക, അതിൽ എക്സ്പെൻസസിനെല്ലാം നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം അല്ലേ? അപ്പോൾ ക്യാഷ് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് ബിൽഡിംഗ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് പർച്ചേസ്, ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു, പ്ലാന്റ് ആൻഡ് മെഷീനറി ബാലൻസ് ഷീറ്റിലേക്ക് അല്ലേ? സെയിൽസ് എടുത്തു, ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിലേക്കുള്ളതാണ്, ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ബാഡ് ഡെപ്റ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലെല്ലാം അതിന് തന്നെ നേരിട്ട് ബാഡ് ഡെപ്റ്റ് ചെയ്തതിന് മുമ്പ് നമുക്ക് സാലറി ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് ഏതായാലും ഇതേ ക്വസ്റ്റ്യൻ്റെ അതേ ഓർഡറിൽ നമുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുക സാലറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു താഴെയായിട്ടാണ് ബാഡ് ഡെപ്റ്റ് എഴുതാറുള്ളത്. ഓക്കെ, മെയിൻ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻ അതേ ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ബാഡ് ഡെപ്റ്റ് എത്രയാണ്? ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസ് എന്നുള്ള ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ഇന്നർ കോളത്തിൽ ചെയ്യാം. ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇന്നർ കോളത്തിൽ ചെയ്യാം. ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ളത് 5,000 ആണ് ട്രയൽ ബാലൻസിനകത്തുള്ളത്. 5,000. ക്ലിയർ. അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെപ്റ്റേഴ്സിൽ ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെപ്റ്റ് എന്തായിരിക്കും? അത് ഓൾറെഡി ഡെപ്റ്റേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനെ ഇനി ആ 5,000 നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി അതിനോടുകൂടി ആഡ് പിന്നെന്താണ്? അഡീഷണൽ ഇൻഫർമേഷൻ വായിച്ചാൽ നമുക്ക് അവിടെ കാണാം ഫർദർ ബാഡ് ഡെപ്റ്റ്. വീണ്ടും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ വീണ്ടും നമ്മൾ ബാഡ് ഡെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 2,000. അപ്പോൾ ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓൾറെഡി ഡെപ്റ്റേഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്തതല്ല, പുതിയ ബാഡ് ഡെപ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നും ആ ഒരു ഫർദർ ബാഡ് ഡെപ്റ്റിനെ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ഫർദർ ബാഡ് ഡെപ്റ്റ് ഇവിടെ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 2,000 ആണ്. അപ്പോൾ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് 2,000. 2,000 രൂപ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ദെൻ പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? അവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നെ നമ്മൾ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കണ്ടു എന്താണ്? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 5%. അപ്പം ഇവിടെ നമുക്ക് ബാഡ് ഡെപ്റ്റിൽ കേസിൽ തന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് എന്താണ്? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്പുട്ട് ഡെപ്റ്റ് എന്നിട്ടൊരു 3,000 നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ 3,000 തന്നത് ഓൾഡ് പ്രൊവിഷൻ ആണ്. കാരണം ട്രയൽ ബാലൻസിനകത്ത് നിന്നിട്ടുള്ള പ്രൊവിഷൻ ആണ് അത്. അതിനർത്ഥം അത് ഓൾഡ് പ്രൊവിഷൻ ആണെന്നുള്ളതാണ്. അപ്പം ഓൾഡ് പ്രൊവിഷൻ എന്താ ചെയ്യുക? അത് നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ അത് ചെയ്യണം, നമ്മൾ ന്യൂ പ്രൊവിഷൻ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് എന്താണ്? ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ന്യൂ പ്രൊവിഷൻ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 5% ആണ്. ന്യൂ പ്രൊവിഷൻ എത്രയാണ്? 5%. ഓക്കെ, 5%. അപ്പോൾ എത്രേന്റെ മുകളിലാണ് ആ 5% കാണുക എന്നുള്ളതാണ്. അത് നമ്മൾ കാണേണ്ടത് നമ്മളിപ്പോൾ എത്രയാണ് ഡെപ്റ്റർ ഉള്ളത് നോക്കുക. ഇപ്പോൾ നിലവിലെ ഗുഡ് ഡെപ്റ്ററിന്റെ മുകളിലാണ് നമ്മൾ പ്രൊവിഷൻ എപ്പോഴും കാണുക. ഗുഡ് ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ട്രയൽ ബാലൻസിൽ ഡെപ്റ്റർ ഉള്ളത് എത്രയാണ്? 20,000 ആണ്. പക്ഷെ ആ 20,000-ൽ 5,000 ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് 20,000 വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ 5,000 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 2,000 മൈനസ് ചെയ്തിട്ട് ഓക്കെ ആണ് നമ്മൾ ഈ 5% കാണേണ്ടത്. വേണമെങ്കിൽ ആ കാൽക്കുലേഷൻ ഞാൻ ബ്രാക്കറ്റിൽ കാണിക്കാം. ഇപ്പൊ നിലവിലുള്ളത് എത്രയാണ്? 25,000 ആണല്ലേ നിലവിലുള്ള ഡെപ്റ്റർ 25,000 അല്ലേ? സോറി 20,000. നിലവിലുള്ള ഡെപ്റ്റർ 20,000 ആണ്. ആ 20,000-ൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? ന്യൂ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 2,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗുഡ് ഡെപ്റ്റ് കിട്ടും. ആ ഗുഡ് ഡെപ്റ്റിന്റെ മുകളിൽ ആണ് നമ്മൾ എന്ത് കാണേണ്ടത്? 5% ന്യൂ പ്രൊവിഷൻ കാണേണ്ടത്. ഓക്കെ,
അപ്പോൾ 5% ന്യൂ പ്രൊവിഷൻ കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? അതായത് ഈ 18,000ന്റെ 5%. എത്ര വരിക? 18,000ന്റെ 5%. 900 അല്ലേ വരുന്നത്? 18,000ത്തിന് 5% അല്ലേ? ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. എത്രയാണ്? 900. ആ 900 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിനോട് കൂടി വീണ്ടും ആഡ് ചെയ്യണം. 900, 18,000ത്തിന്റെ 5%, 900 നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇപ്പം ഇത് കിട്ടി. ഇനി ഇപ്പൊ ഓൾറെഡി ഇനി എന്ത് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ നമുക്ക് എന്തുണ്ട്? പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ, അതായത് ആ പ്രൊവിഷൻ എന്താണത്? ഓൾഡ് പ്രൊവിഷൻ ആണ്. അപ്പോൾ ന്യൂ പ്രൊവിഷൻ അതിന് പകരം ഒന്ന് എഴുതിയാൽ ലെസ് ഓൾഡ്, ലെസ് എഴുതിയിട്ടുണ്ട്, ലെസ് ഓൾഡ് പ്രൊവിഷൻ എഴുതുക. ഓൾഡ് പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 3000 രൂപയാണ് ഓൾഡ് പ്രൊവിഷൻ ഉള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കുക, എവിടെയാ? ഇതാ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 3000. ആ 3000 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മൈനസ് ചെയ്യുന്നു. 3000. ഓക്കെ, മൈനസ് ഫിഗർ ആയതുകൊണ്ട് നമുക്ക് അത് ബ്രാക്കറ്റിനകത്ത് ഇട്ട് എഴുതാം. ഔട്ടർ കോളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ എഴുതുക. 5000 പ്ലസ് 2000 പ്ലസ് ന്യൂ പ്രൊവിഷൻ ആയിട്ടുള്ള 900 മൈനസ് ഓൾഡ് പ്രൊവിഷൻ ആയിട്ടുള്ള 3000. ഓക്കെ, അപ്പോൾ 4900 വരും. ക്ലിയർ? ഇനി എന്താ എക്സ്പെൻസ് ഉള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ എവിടെ വരെ എത്തി? ബാഡ് ഡെപ്റ്റ് എത്തി വരെ എത്തിയില്ലേ? അപ്പോൾ ക്യാപിറ്റൽ നമുക്കറിയാം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാനുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാനുള്ള, ലോണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്കുള്ളതാണ്. കമ്മീഷൻ റിസീവ്ഡ് എവിടെ കാണിക്കാനുള്ളതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എഴുതാം കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് എത്രയാണ്? എമൗണ്ട് വരുന്നത് 3000 അല്ലേ? 3000. ഇനി അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് എത്തി. ഇനി ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. അപ്പം ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെപ്റ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നമ്മൾ എവിടെ എഴുതി? ഡെബിറ്റിൽ എഴുതി. അപ്പം ട്രയൽ ബാലൻസിനുള്ള ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആകുമ്പോൾ അത് എവിടെ കാണിക്കണം? അതൊരു ഇൻകം ആണ് അല്ലേ? അതുകൊണ്ട് അതിനെ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം അല്ലേ? അപ്പോൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എഴുതുക. റിക്കവേർഡ് എത്ര എമൗണ്ട് വരുന്നത്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 2000. ഓക്കെ, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് 2000 ഉണ്ട്. ഇനി എന്താണുള്ളത്? ഇനി നമുക്ക് വേജ് നമ്മൾ എടുത്തതാണ്. ഈ സാലറി എടുത്തോ നമ്മൾ? ഇല്ല, സാലറി എടുത്തിട്ടില്ലല്ലോ അല്ലേ? സാലറി കാണിക്കാം. സാലറീസ് ഉണ്ട്. സാലറീസ് എത്രയാണ്? 4000. ഓക്കെ, സാലറി 4000. ഇനി എന്താണുള്ളത്? ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വീണ്ടും പോവാം. ഇപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനിൽ ഒരു ഫസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ കണ്ടു. സെക്കൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ എന്താണ്? ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് അപ്രീസിയേറ്റഡ് ബൈ 10%. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂയിൽ 10% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമ്മൾ അത് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ അപ്രീസിയേഷൻ ആകുമ്പോൾ അത് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ ഡെബിറ്റ്, അപ്രീസിയേഷൻ ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു അപ്രീസിയേഷൻ ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. എന്തിന്റെ അപ്രീസിയേഷൻ ആണുള്ളത്? പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക അപ്രീസിയേഷൻ എഴുതുക. അപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഞാൻ പി ആൻഡ് എം എന്ന് ഇടുന്നുള്ളൂ. ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെന്ന് മനസ്സിലാക്കുക. എത്രയാണ് അതുള്ളത്? അപ്രീസിയേഷൻ ഉള്ളത് എത്രയാ? 10%. പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ വാല്യൂന്റെ 10% എന്ന് പറയുമ്പോൾ 1 ലാഖിന്റെ 10% എത്രയാണ്? 10,000 ആയിരിക്കും അല്ലേ? 10,000. ഓക്കെ, ദെൻ ഇനി ഡിപ്രീസിയേഷൻ. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഡിപ്രീസിയേഷൻ ആണ്.
ഡിപ്രീസിയേഷൻ ഓൺ ദി ബിൽഡിംഗ് ഈസ് ചാർജ്ഡ് അറ്റ് 12.5. അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയാണ് നോക്കണം ആദ്യം. ബിൽഡിങ്ങിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 50,000 ആണ്. അപ്പൊ 50,000ന്റെ 12.5%. ബിൽഡിങ്ങിന്റെ വാല്യൂ എത്രയാണ്? ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് അല്ല, സോറി, ഡിപ്രീസിയേഷൻ ഓൺ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്. അപ്പം 50,000ന്റെ 12.5% അല്ലേ? ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് സ്പെസിഫൈ പറയുന്നുണ്ട്. അപ്പൊ എത്ര വരിക? 50,000ന്റെ 12% എന്ന് പറയുന്നത് 6,250, 6,250. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയാണ് അത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും ഐറ്റംസ് നമ്മളിപ്പോൾ ഏകദേശം ട്രയൽ ബാലൻസിനകത്തുള്ള എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഇൻകംസും നമ്മൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എല്ലാ ഐറ്റംസും ട്രയൽ ബാലൻസിനുള്ളതും അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളതും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലൈൻ വിട്ട് എഴുതുക. ചിലപ്പോൾ നെറ്റ് ലോസ് ആവാം, ചിലപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആവാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്യാം. കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇൻകം കൂടുതലായിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. അതുകൊണ്ട് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, റഫ് വർക്ക് ആയിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഏതാ കൂടുതൽ അതിന് 2 വർഷത്തേക്കാണല്ലോ ഇത് അറിയാം. ഓക്കെ, അപ്പോൾ ഏതായാലും നോക്കുക, കൂട്ടി നോക്കാം. നമുക്ക് 8,000 പ്ലസ് 3,000 പ്ലസ് 2,000 പ്ലസ് 10,000, 23,000 വരുന്നു ക്രെഡിറ്റില്. ഇവിടെ നമുക്ക് 23,000 വരുന്നില്ല. അപ്പോൾ ഇതിന് തന്നെ 2 വർഷത്തേക്ക് നമുക്ക് എഴുതാം അല്ലേ? 23,000. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഏതാണ് കൂടുതൽ, ക്രെഡിറ്റിലാണ് കൂടുതൽ എന്ന് മനസ്സിലായി. വിച്ച് മീൻസ് നമുക്ക് എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ ഉണ്ടാകുന്നത് അല്ലെ? നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ ഉണ്ടാകുന്നത്. അത് നമുക്ക് എത്രയാന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് 23,000 നിന്ന് നമുക്ക് ബാക്കി എല്ലാ എക്സ്പെൻസും മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 7,850 ആണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യനകത്ത് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇനി അടുത്ത നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്കിനി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ കോളം ഇത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ആയിട്ടുള്ള ടി ഷേപ്പ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടി ഫോമിലുള്ള ഓക്കെ, ഹൊറിസോണ്ടൽ ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൊടുക്കുക ഹെഡ് എന്താണ്? ബാലൻസ് ഷീറ്റ്. ആസ് ഓൺ 31st March 2023. ഓക്കെ, പിന്നെ ഇതേതാണ് സൈഡ്? ലയബിലിറ്റി അല്ലേ? ലയബിലിറ്റീസ് അസറ്റ്സ് എമൗണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കോളം ഹെഡുകൾ കൊടുക്കാം. ഇനി നമ്മൾ അസറ്റുകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ അസറ്റുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു പെർമനൻസി ഓർഡറിൽ ചെയ്യാവുന്നതാണ്. പെർമനൻസി ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫിക്സ്ഡ് ആയിട്ടുള്ളത് നമ്മൾ ആദ്യം എഴുതി പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ബിൽഡിംഗ് ഉണ്ട് അല്ലെ? അസറ്റില് ബിൽഡിംഗ്. അപ്പോൾ ബിൽഡിംഗ് എഴുതാം. ബിൽഡിങ്ങിന്റെ കേസിൽ എന്താണ് നമ്മൾ അഡീഷണൽ ഇൻഫർമേഷനിൽ കണ്ടിരുന്നത്? കാരണം ബിൽഡിങ്ങിൽ അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ? ബിൽഡിങ്ങിൽ ഡിപ്രീസിയേഷൻ ആണുള്ളത് അല്ലെ? ക്വസ്റ്റ്യൻ നോക്കൂ, ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിങ്ങിന്റെ വാല്യൂ 50,000 ആണ്. ബിൽഡിങ്ങിൽ എന്തുണ്ടായിട്ടുണ്ട്? അഡീഷണൽ ഇൻഫർമേഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഡിപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട് 12%. സോ ബിൽഡിങ്ങിന്റെ വാല്യൂ നമുക്ക് എഴുതാം. ബിൽഡിംഗ് എത്രയാണ്? ഇന്നർ കോളത്തിൽ എഴുതുക 50,000, 50,000
ബിൽഡിംഗ് 50,000 ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ലെസ്, കാരണം ഞാൻ പറഞ്ഞു ഇവിടെ തന്നത് കൊണ്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഡിപ്രീസിയേഷനെ കുറിച്ച് പറയുന്നത്. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ഇനി ബിൽഡിംഗ് ഡിപ്രീസിയേഷൻ നമുക്ക് തരുന്നത് ട്രയൽ ബാലൻസിനകത്താണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ലെസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇല്ല. അത് ജസ്റ്റ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് മാത്രം കാണിച്ചാൽ മതി. അഡീഷണൽ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് രണ്ട് വശത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ എത്രയാണ് ഉണ്ടായിരുന്നത്? 6,250 അല്ലേ? മൈനസ് ചെയ്ത എമൗണ്ട് കാണിക്കുക. അപ്പുറത്ത് എത്ര വരും? 43,750 വരും. 43,750. ഇനി അടുത്ത എന്താണുള്ളത്? ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കേസിൽ നമുക്ക് എന്താ അറിയാം? അപ്രീസിയേഷൻ ആണ്, വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്കത് ആഡ് ചെയ്യാണ് വേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh ആണ് അതിന്റെ വില. അതിനോട് കൂടി അപ്രീസിയേഷൻ ഉണ്ട്. സോ ആഡ് അപ്രീസിയേഷൻ. ആഡ് അപ്രീസിയേഷൻ ആണ്. ആഡ് അപ്രീസിയേഷൻ എത്രയാ? 10,000 അല്ലേ? അപ്പോൾ എത്ര വരും? 1,10,000. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഓരോ ഓർഡറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ഏതാണ്? അടുത്ത ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ? ഡെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഡെപ്റ്റേഴ്സിലാണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 20,000 രൂപയാണ് നമ്മുടെ ഡെപ്റ്ററുടെ ബാലൻസ് ഉള്ളത്. നമുക്ക് ആ 20,000 തന്നെ ഇവിടെ എഴുതാം. ഡെപ്റ്റർ 20,000 എഴുതുന്നു. ഇനി ഡെപ്റ്ററിൽ ക്വസ്റ്റ്യനകത്ത് ട്രയൽ ബാലൻസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്തുണ്ട്? ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ഉണ്ട്, പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? അഡീഷണൽ ഇൻഫർമേഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ന്യൂ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ഡെപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റിനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡെപ്റ്റേഴ്സിനകത്ത് ട്രയൽ ബാലൻസിനകത്ത് തരുന്ന എല്ലാം എന്താണ്? ഡെപ്റ്റേഴ്സിൽ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എടുക്കേണ്ട. പക്ഷെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്ന ഡാറ്റ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലെസ് എന്ത് ചെയ്യണം? ഫർദർ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യേണ്ട. ഏതാ ലെസ് ചെയ്യേണ്ടത്? ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് എത്രയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഫർദർ ബാഡ് ഡെപ്റ്റ് 2,000 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ 2,000 നമുക്കിവിടെ ലെസ് ചെയ്യണം. 2,000. ലെസ് യുണൈറ്റഡിനൊക്കെ ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഞാനത് ഇവിടെ ഇട്ടിട്ടില്ല. എമൗണ്ട് കോളത്തിൽ നമ്മുടെ ഒരു അക്കൗണ്ടിങ് രീതി അതാണ്. ലെസ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, അത് ലെസ് ചെയ്യുന്ന ഐറ്റം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എമൗണ്ട് അങ്ങനെയാണ് എഴുതാറുള്ളത്. നിങ്ങൾ ഫോളോ ചെയ്യുക. ഫർദർ ബാഡ് ഡെപ്റ്റ് നമുക്ക് ലെസ് ചെയ്യണം. ഇനി എന്താ ബാഡ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഡെപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ള പിന്നെ എന്താണ്? ന്യൂ പ്രൊവിഷൻ ഉണ്ട് അല്ലേ? ആ ന്യൂ പ്രൊവിഷൻ നമുക്ക് ഇവിടെ ലെസ് ചെയ്യണം. ഓക്കെ, സോ ലെസ് ന്യൂ പ്രൊവിഷൻ, അതായത് ട്രയൽ ബാലൻസിനകത്തുള്ളത് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കേണ്ടതില്ല. അത് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ലെസ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ എത്രയാണ്? ന്യൂ പ്രൊവിഷന് 5% അല്ലേ? 5% എന്ന് പറയുമ്പോൾ 900 അല്ലേ നമ്മൾ കണ്ടെത്തിയത്? 900 ആണ് അല്ലേ? 900. അതും മൈനസ് ചെയ്യുന്നത് കൊണ്ട് ബ്രാക്കറ്റിനകത്ത് തന്നെ എഴുതാം. 900 ലെസ് ന്യൂ പ്രൊവിഷൻ. ഇനി നമുക്ക് മൈനസ് എത്രയല്ലേ ഉള്ളൂ? പിന്നെ ബാഡ് റിക്കവേർഡ് ഉണ്ട്. ബാഡ് റിക്കവേർഡും ട്രയൽ ബാലൻസിനകത്തുള്ള ഐറ്റമാണ്. സോ അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ മാത്രമേ അതിന്റെ ട്രീറ്റ്മെന്റ് വരികയുള്ളൂ. ക്ലിയർ? അപ്പൊ ഇനി ഇത് ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് എടുത്ത് എഴുതാം എത്രയാണ് പുതിയ ബാഡ് ഡെപ്റ്റ് വാല്യൂ ബുക്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ 20,000 നിന്നും 2,000 പോയ 18,000, 18,000 നിന്നും 900 പോയി കഴിഞ്ഞാൽ 17,100 അല്ലേ? യെസ്, 17,100. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്താം? സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എഴുതാം അല്ലേ? ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. വിച്ച് മീൻസ് എന്താണ്? അത് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണെന്നുള്ളതാണ്. ഓക്കെ, പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ സംഭവങ്ങളെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രയൽ ബാലൻസിനകത്ത് കാണിക്കാത്തത്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും.
ഓക്കെ. അങ്ങനെയുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്ന മീനിങ് അതാണ്. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് ജസ്റ്റ് നേരിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്താൽ മതി. ഈ പ്രോബ്ലത്തിൽ അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന അധിക പ്രോബ്ലങ്ങളിലും അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് തരിക. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിന് എന്ത് ചെയ്യണം, നമ്മൾ ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനകത്തും കാണിക്കണം. ഓക്കെ. ഇവിടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്ക് 7,000. ഓക്കെ, 7,000 നമുക്ക് ഇവിടേക്ക് എടുക്കാം. 7,000. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അവസാനം ഒരു ഐറ്റം കൂടി ഉണ്ട്. എന്താണത്? ക്യാഷ് ബാലൻസിനെ കുറിച്ച് ട്രയൽ ബാലൻസിൽ പറയുന്നുണ്ടായിരുന്നു. ക്യാഷ് എത്രയാണ്? ക്യാഷ് ഇവിടെ ഉണ്ടായിരുന്നു, നോക്കാം നമുക്ക്. ആ ക്യാഷ് എത്രയാണ്? 10,000 ക്യാഷ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ മൊത്തം ഐറ്റംസ് നമ്മളിവിടെ അസറ്റ് സൈഡിൽ വരുന്ന തന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തു എന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ ടാലി ആയിട്ടില്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും ഐറ്റംസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇനി ലയബിലിറ്റി സൈഡ് നമുക്ക് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ആദ്യം നമുക്ക് ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ എത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ക്യാപിറ്റൽ നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതാം, കാരണം ചിലപ്പോൾ അതിനോട് കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ട് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നെറ്റ് പ്രോഫിറ്റ് പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ക്യാപിറ്റൽ നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതാം. ഇവിടെ ക്യാപിറ്റൽ ഉണ്ട്. ക്യാപിറ്റൽ എത്രയാണ്? 1 lakh ആണ് ക്യാപിറ്റൽ അല്ലേ, 1 lakh. ആ ക്യാപിറ്റലിനോട് കൂടി എന്ത് ചെയ്യണം? ആഡ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ, നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ വരുന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എത്രയാണ്? 7,850 അല്ലേ. സോ 7,850. പിന്നെ ഇതിൽ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡ്രോയിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തേക്ക് എഴുതാം. 1,07,850 വരും അല്ലേ. യെസ്. പിന്നെന്താ ഉള്ളത്? ഇനി എന്താണ് ട്രയൽ ബാലൻസ് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന എന്ത് ഐറ്റംസ് ഉള്ളത്? ക്യാപിറ്റൽ, പിന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട് 50,000, ലോണും ഉണ്ട്. 3 ഐറ്റംസ് ഉള്ളൂ അല്ലേ, 3 ഐറ്റംസ് ഉള്ളൂ. പിന്നെ ഉള്ളത് എന്താണ്? ലോൺ ഉണ്ട്. എത്രയാണ്? ലോണ് 30,000. പിന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? ക്രെഡിറ്റേഴ്സ് 50,000. ഓക്കെ, ഇത്രയാണ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ചെറിയ പ്രോബ്ലമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. കൺവെൻഷണൽ മെത്തേഡ് അനുസരിച്ചിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, അതായത് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഫർദർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് നമ്മൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് പഠിച്ചതല്ലേ ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അത് എന്താണ് കുറെ ആൻസർ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നിയമം പാലിച്ച് എഴുതുക എന്നുള്ളതാണ്. ടെക്സ്റ്റിൽ അവർ ചെയ്ത് നോക്കി ചെയ്യേണ്ട, കറക്റ്റ് നിയമം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടും, എല്ലാം ടാലി ആവും. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ. നമ്മൾ ചെയ്ത് ശരിയാണോ നമുക്ക് അറിയണ്ടേ, ഒന്ന് നോക്കാം. ഒന്ന് കൂട്ടി നോക്കാം. ഒരു ലൈൻ ഇവിടെയും നമുക്ക് വിടാം, കാരണം എന്താണെങ്കിൽ എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിലോ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയിട്ട് ഒരു 1,10,000, 17,100, 7,000, 10,000 മൊത്തം വരുന്നത് 1,87,850 ആണ് അസറ്റ് സൈഡിൽ വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിലോ ലയബിലിറ്റി സൈഡിലോ നമുക്ക് നോക്കാം. 1,07,850 പ്ലസ് 30,000 പ്ലസ് 50,000 അല്ലേ. യെസ്, നമ്മൾ ചെയ്ത് കറക്റ്റ് ആണ്. എത്രയാണ്? 1,87,850 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആണ് എന്ത് ഈ ഒരു കൺവെൻഷൻ മെത്തേഡ് അനുസരിച്ചിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ 1-2 പ്രോബ്ലംസും കൂടി നിങ്ങൾ സ്വയം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക.
കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇതിലാകെ നിങ്ങൾക്ക് എന്താണ് ഒരു ഓർമ്മ ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ളത് കുറെ കാലങ്ങൾക്ക് മുമ്പ് പഠിച്ച കാര്യമായതുകൊണ്ട് ഓർമ്മയിൽ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ആ ഒരു ബാഡ് ആപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആ ബാഡ് ആപ്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ശരി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.